ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ഇന്ന് ലോക വനിതാ ദിനം. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കാൻ ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂവെങ്കിലും ജ്യോതി കിഷോർ എന്ന അധ്യാപികയ്ക്ക് വിശ്രമജീവിതം അങ്ങനെ ഇനി വിശ്രമിച്ച് തീർക്കാനുള്ളതല്ല. പാട്ടും അഭിനയവും വരയുമൊക്കെയായി തിരക്കിലാണ് ടീച്ചർ. കുട്ടികളുടെ അടുത്തെത്തിയാൽ അവരുടെ പ്രിയപ്പെട്ട അധ്യാപിക, വേദിയിൽ മൈക്ക് കയ്യിലെടുത്താൽ ആസ്വാദകരുടെ പ്രിയപ്പെട്ട ഗായിക, ക്യാമറയ്ക്ക് മുന്നിലെത്തിയാൽ കഥാപാത്രങ്ങളായി മാറുന്ന മികച്ച അഭിനേത്രി, ക്യാൻവാസ് എടുത്താൽ ചിത്രങ്ങളുടെ കൂട്ടുകാരി. ഇങ്ങനെ വിശേഷണങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് പെരിഞ്ഞനം സ്വദേശിയായ ജ്യോതി കിഷോർ എന്ന അധ്യാപികയ്ക്ക്. അധ്യാപനത്തിനൊപ്പം കലയിലും സജീവ സാന്നിധ്യമാണ് പെരിഞ്ഞനം അയ്യപ്പൻ മെമ്മോറിയൽ LP സ്കൂളിലെ പ്രധാനാധ്യാപികയായ ജ്യോതി ടീച്ചർക്ക്. ആത്മവിശ്വാസവും കഠിന പ്രയത്നവുമാണ് ഒരേ സമയം വിവിധ മേഖലകളിലെത്താൻ തന്നെ സഹായിച്ചതെന്നാണ് ജ്യോതി ടീച്ചറുടെ പക്ഷം. വളരെ ചെറുപ്പത്തിൽ തൊട്ട് ഞങ്ങൾ അമ്മയും ഞങ്ങൾ 4 മക്കളാണ്, 4 പെൺകുട്ടികൾ. അത് ഞങ്ങൾ നല്ലോണം പാട്ട് പാടുമായിരുന്നു, വരയ്ക്കും ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ ശാസ്ത്രീയമായിട്ട് ഒന്നും അഭ്യസിച്ചിട്ടില്ല, ഞാൻ അഭ്യസിച്ചിട്ടില്ല. ഇളയ അനിയത്തിയും മൂത്ത ചേച്ചിയും മാത്രം. മൂത്ത ചേച്ചി ചിത്രം വരയിലും, ഇളയ അനിയത്തി ശാസ്ത്രീയ സംഗീതവും പഠിച്ചിട്ടുണ്ട്. ഞാനതൊക്കെ എൻ്റെ താല്പര്യപ്രകാരം ചെയ്യുന്നു മാത്രം. 2020 അഭിനയത്തിലേക്ക് വരുന്നത്. അതിനു മുന്നേ പാട്ട് തന്നെയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഒരു അഭിമുഖത്തിന് വേണ്ടിയിട്ട് ഒരു ചാനൽ ഇൻ്റർവ്യൂറായിട്ട് ഒരു രാഗിണി കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ചാനൽ അഭിമുഖം നടത്തി പോയി. അതിനുശേഷം അവർ അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും നന്നായി അഭിനയിക്കുമായിരുന്നു, എനിക്കൊക്കെ ഇങ്ങനെ പറ്റുമോ? അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ടീച്ചർ ഒരു തീം പറയും, ഞാനതെന്തായാലും കഥ ആക്കിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടീച്ചറാണല്ലോ, അപ്പോൾ റിട്ടയർ ആവുന്ന ടീച്ചർമാരുടെ ഒരു വിഷമം, ഒറ്റപ്പെട്ടു പോകുന്നൊരു വിഷമം എങ്ങനെയായിരിക്കും എന്നുള്ളത് പറഞ്ഞപ്പോൾ അവരത് കഥയായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ ആ കഥ എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു. ഒരു 3 ദിവസത്തെ ഷൂട്ടിങ് ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ് ക്യാമറയുടെ മുന്നിൽ. അപ്പോൾ അത് 6 ദിവസമായിരുന്നു മാത്രം. പക്ഷേ അതിൽ എൻ്റെ സ്കൂളിലെ ഈ കുട്ടികളും രക്ഷിതാക്കളും ടീച്ചേഴ്സും പിന്നെ OSAക്കാരും എല്ലാവരും കൂടി, എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരും ഉണ്ട്, എൻ്റെ മരുമകളടക്കം അതിലൊരു പ്രധാന റോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അഭിനയത്തിക്ക് ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ ആദ്യത്തെ അഭിനയം തന്നെ അതൊരു വിജയം എന്ന് പറയാം. കാരണം അത്രയും നല്ല കമൻസ് എനിക്ക് കിട്ടി. മഞ്ജു വാര്യരുടെ അമ്മ പോലും അതിലൊരു നല്ല കമൻ്റ് ഇട്ടുണ്ട്. സ്നേഹനിലാവ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അങ്ങനെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത്. പിന്നെ കുറേ ഇപ്പോൾ ഒരു 15ഓളം ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തു. അതിൽ ഒരു 8 എണ്ണത്തിൽ ഞാൻ മെയിൻ വേഷം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ആൽബങ്ങൾ പാടി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരു 10-27 എണ്ണം വേറെ. ഇപ്പം സിനിമ ആയിട്ട് നിൽക്കണം. ഇപ്പോൾ ഞാൻ റിട്ടയർ ആവുന്നതോടുകൂടി മെയ് 31 റിട്ടയർമെൻറ്റാണ്. റിട്ടയർ ആവുന്നതോടുകൂടി സിനിമകൾ വന്ന് നിൽക്കുന്നുണ്ട്, ചെറുതും വലുതുമായ വേഷങ്ങളായിട്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കണം. പക്ഷേ ഇത് സ്കൂളിൽ ഞാൻ അധ്യാപികയാണ്, പ്രധാന അധ്യാപികയാണ്. 2010 മുതലാണ് പ്രധാന അധ്യാപിക. അതിന് മുന്നേ അധ്യാപികയായിരുന്നു. അത് ടോട്ടൽ സർവീസ് 35 വർഷമായി. പക്ഷേ അധ്യാപനത്തിനെ യാതൊരു തരത്തിലും ബാധിക്കാത്ത തരത്തിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ലിഷർ ടൈം എന്നല്ല, അവധി ദിവസങ്ങളിലാണ് അധികവും അഭിനയത്തിനും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. സിനിമയ്ക്കൊന്നും ഇതുവരെ അതുകൊണ്ട് പോകാൻ പറ്റാത്തത് കാരണം കുറച്ച് ദിവസങ്ങൾ കൂടുതൽ വേണം. ഇനി കലാരംഗത്ത് തന്നെയാണ്. കല എനിക്കൊരു ഊർജ്ജമാണ് സത്യം പറഞ്ഞാൽ. കലയും അതും കിട്ടുന്ന അംഗീകാരവും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും എൻ്റെ അധ്യാപന ജീവിതത്തിലും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. നമുക്കതൊരു ശക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കലാപാരമ്പര്യം സിരകളിൽ അലിഞ്ഞു ചേർന്ന ജ്യോതി യോഗാധ്യാപികയും ഗായികയുമായ അമ്മ സാവിത്രിയിൽ നിന്നാണ് സംഗീതം പഠിച്ചത്. പാടാൻ കിട്ടുന്ന വേദികളിലൊക്കെ ജ്യോതി കിഷോർ പാട്ടുപാടി തകർത്തു. പഴയ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. ലതാ മങ്കേഷ്കറും S ജാനകിയും P സുശീലയുമൊക്കെയാണ് പാട്ടരങ്ങിലെ ജ്യോതിയുടെ ഇഷ്ടഗായികമാർ. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളി ഗായകൻ. ഉണരൂ വേഗം നീ സുമറാണി, വന്നു
നായകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ മലരേ തേന്മലരേ മലരേ വന്നു പൂവണി മാസം വന്നു പൂവണി മാസം വന്നു സുരഭില മാസം പൊൻതമ്പുരുമീട്ടി കുരുവി താളം കൊട്ടി അരുവി ആശതളം ചൂടി വരവായി ശലഭം വന്നു പോ ആനന്ദഗീതാനായകൻ മലരേ തേന്മലരേ മലരേ. 2007 പുറത്തിറങ്ങിയ സംഗീത ആൽബത്തിലൂടെയാണ് ജ്യോതി പ്രൊഫഷണൽ ഗായികയായി മാറിയത്. പിന്നീട് 27ലധികം ആൽബങ്ങളിൽ പാടാൻ അവസരം ലഭിച്ചു. ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തും ജ്യോതിയുടെ ശബ്ദ സാന്നിധ്യമെത്തി. ദൈവത്തിന്റെ കയ്യൊപ്പ്, എലിയാമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസ് എന്നീ 2 സിനിമകളിൽ പിന്നണി ഗായികയായി. ഇതിനിടയിലാണ് അഭിനയിക്കാനുള്ള അവസരവും ജ്യോതി ടീച്ചറെ തേടിയെത്തുന്നത്. കോവിഡ് കാലത്ത് സമൂഹമാധ്യമത്തിലൂടെ പുറത്തിറങ്ങിയ സ്നേഹനിലാവ് എന്ന ഹ്രസ്വ ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്തായിരുന്നു അഭിനയ രംഗത്തെ പരീക്ഷണം. അധ്യാപികയുടെ കഥാപാത്രത്തെ തന്നെയാണ് ചിത്രത്തിൽ ജ്യോതി അവതരിപ്പിച്ചത്. ചിത്രം വൈറലായതോടെ ജ്യോതി ടീച്ചറുടെ ജീവിതത്തിലും വഴിത്തിരിവായി മാറി. പിന്നീട് 15ലധികം ഹ്രസ്വ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ചെറുതും വലുതുമായ നിരവധി പുരസ്കാരങ്ങളും അഭിനയ മികവിന്റെ അംഗീകാരമായി ജ്യോതി ടീച്ചർ സ്വന്തമാക്കി. ചിത്രരചന പഠിച്ചിട്ടില്ലെങ്കിലും വരയും വർണ്ണങ്ങളും തനിക്ക് വഴങ്ങുമെന്നാണ് മനോഹരമായി ക്യാൻവാസിൽ പകർത്തിയ ജ്യോതിയുടെ ചിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നാട്ടിലെ സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമാണ് ഈ അധ്യാപിക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക.